MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയ ഒരു മസാല ദോശയാണ്. ഇത് ഷുഗർ ഉള്ളവർക്കും അതുപോലെ വണ്ണം കുറക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ അവരുടെ മെനുവിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാനായി ആദ്യം നമുക്ക് അരിയൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാം. 1/2 കപ്പ് പച്ചരിയാണ് ഞാൻ എടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് റാഗിയും 1/4 കപ്പ് ചെറുപയറും 1/4 കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് കുതിരാനായി വെക്കണം. ഏഴ് മണിക്കൂറോളം ഇത് വെക്കണം. ഇപ്പോൾ അരിയും റാഗിയും ഒക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചോറ് കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അരച്ചെടുക്കണം. 1/4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൈകൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. 5 മിനിറ്റോളം മിക്സ് ചെയ്യണം. ഇനി ഒരു 8 മണിക്കൂർ നമുക്കിത് പൊങ്ങാനായി വെക്കാം. ഞാനിത് ഓവർനൈറ്റാണ് വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മസാലയ്ക്കുള്ള വെജിറ്റബിൾസ് വേവിച്ചെടുക്കാം. 1/2 കിലോ ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും 1 ചെറിയ ബീട്രൂട്ടും 1 ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയതും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 കപ്പ് വെള്ളവും ഒഴിച്ച് വേവിച്ചെടുക്കണം. മൂന്ന് വിസിൽ വരുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. വെജിറ്റബിൾസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും 3 വറ്റൽമുളക് 2ആയി മുറിച്ചതും ഇട്ട് കൊടുക്കാം. ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും 3 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം. കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയുടെ കളറൊന്നും മാറണ്ട, നന്നായിട്ട് വാടി വന്നാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. മഞ്ഞളിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം. ഇനി വേവിച്ച് വെച്ച വെജിറ്റബിൾസ് ചേർക്കാം. ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ചെറിയ കഷ്ണങ്ങളായിട്ട് കിട്ടണം. ഇതിൽ വെള്ളമില്ലെങ്കിൽ 1/4 കപ്പ് തിളച്ച വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. മസാല ഡ്രൈ ആയി പോകരുത്. കുറച്ച് ജ്യൂസി പരുവത്തിലായിരിക്കണം മസാല വേണ്ടത്. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായി. ഇനി നമുക്ക് ദോശ ചുടാം. ഇപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്തത് കൊണ്ട് ഇനി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഞാനൊരു ദോശച്ചട്ടി അടുപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ച് പരത്തിയെടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും മതി. ഇനി കുറച്ച് മസാല വെച്ചിട്ട് ഇതൊന്ന് മടക്കിയെടുക്കണം.
റാഗി കൊണ്ടുള്ള ഒരു ഇഡ്ഡലിയുടെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള മസാല ദോശ തയ്യാറായി. നല്ല ക്രിസ്പിയായ ഒരു ദോശയാണിത്. റാഗിയും ചെറുപയറും ഒക്കെ ചേർത്തതുകൊണ്ട് നല്ല ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്